ഇത് എൻ്റെ ശേഖരത്തിലെ കല്യാണ കത്തുകളാണ്. കല്യാണക്കത്ത് ശേഖരിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ ഒരുങ്ങുന്ന ഒരാളുണ്ട് കോഴിക്കോട് നഗരത്തിൽ. നടക്കാവ് സ്വദേശി MK ലത്തീഫാണ് പുതിയൊരു അപൂർവത സ്വന്തമാക്കാൻ തയ്യാറെടുക്കുന്നത്. ഇത് എൻ്റെ ശേഖരത്തിലെ കല്യാണ കത്തുകളാണ്. നമ്മൾ ഓരോ കല്യാണത്തിനും സാധാരണഗതിയിൽ കല്യാണ കത്തുകൾ അടിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ കല്യാണ കത്തുകൾ വളരെ കുറഞ്ഞു വരികയാണ്. അതിന് കാരണം ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ആണ്. ഇപ്പോൾ എല്ലാവരും കല്യാണം ക്ഷണിക്കുന്നത് വാട്സപ്പിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയും മറ്റ് സോഷ്യൽ മാധ്യമത്തിൽ കൂടിയാണ്. കത്തുകളാകെ നമുക്ക് ആവശ്യം വരുന്നത് കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കത്ത് വേണം. അത് നിർബന്ധമാണ് ഗവൺമെൻറ്റിന്. ആ ഒരു കത്തല്ലാതെ കഴിയുന്നത് ഇപ്പം പലരും കത്തടിക്കാതെയാണ് ക്ഷണം നടക്കുന്നത്. അപ്പോൾ ഇതൊരു കൗതുകമായിട്ട് ഞാൻ ശേഖരിച്ച് തുടങ്ങിയതാണ്. എൻ്റെ കയ്യിലിപ്പോൾ ഏകദേശം 2350 കൂടുതൽ കത്തുകൾ ശേഖരിച്ചു. അപ്പോൾ ശേഖരിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഗിന്നസിലേക്ക് കൊടുത്താൽ അതിനെപ്പറ്റി അന്വേഷിച്ചു. അപ്പോൾ നിലവിൽ പാകിസ്ഥാൻ സ്വദേശിക്കാണ് ഗിന്നസ് ഉള്ളത്. 341 കല്യാണ കത്താണ് അദ്ദേഹം ശേഖരിച്ചിട്ട് ഗിന്നസിലേക്ക് ഇടം നേടിയത്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് ഞാൻ അപേക്ഷ കൊടുത്തു. അവർ വന്നു, എല്ലാം ഷൂട്ട് ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ അവാർഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 1934 മുതൽ 2024 വരെയുള്ള കല്യാണ ക്ഷണക്കത്തുകൾ ആണിത്. 8 വർഷം മുമ്പ് കോഴിക്കോട് നടക്കാവ് സ്വദേശി ലത്തീഫ് ആരംഭിച്ച കൗതുക ശേഖരണം. ഡിസൈൻ ഒന്നുമില്ലാത്ത കാലത്തുള്ളത് മുതൽ വിവാഹിതരുടെ ഫോട്ടോ ഉൾപ്പെടുത്തിയതുവരെയുള്ള ക്ഷണക്കത്തുകൾ. ഈ കല്യാണ കത്തുകൾ ശേഖരിക്കാൻ വേണ്ടി ഇപ്പം മെയിനായിട്ട് പല വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകൾ, അതിലൊക്കെ ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാ കൂട്ടുകാരും എനിക്ക് കത്തെത്തിച്ച് തന്നിട്ടുണ്ട്. പിന്നെ പല വീടുകളിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. റെസിഡൻസ് അസോസിയേഷൻ എനിക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കൂടുതലുള്ളത് കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, അങ്ങനെ കേരളത്തിലെ ഏകദേശം ജില്ലകളും പുറമെ കുറച്ച് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് കുറച്ച് കത്തിയിട്ടുണ്ട്. പിന്നെ അമേരിക്കയിൽ നിന്ന് 1-2 ഫ്രണ്ട്സ് അവരെ കത്തുകൾ അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് MLA, പിന്നെ ഇവിടുത്തെ കൗൺസിലർമാർ, ഇവരൊക്കെ കല്യാണ കത്തുകൾ തന്ന് സഹായിച്ചിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, എറണാകുളം എന്നീ ജില്ലകളിൽ നിന്നുള്ളവയാണ് ഏറെയും. കൂട്ടത്തിൽ തമിഴ് കത്തുകളും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഗിന്നസ് റെക്കോർഡാണ് ലത്തീഫിന്റെ ലക്ഷ്യം. നിലവിൽ ഗിന്നസ് റെക്കോർഡ് പാകിസ്ഥാൻ സ്വദേശി സാം മുഹമ്മദിനാണ് 341 ക്ഷണക്കത്ത്. നിലവിലെ റെക്കോർഡ് മറികടക്കാൻ 344 എണ്ണം പ്രദർശിപ്പിക്കണമെന്നാണ് ഗിന്നസ് അധികൃതരുടെ നിർദ്ദേശം. നടക്കാവ് BEd ട്രെയിനിങ് സെന്ററിലെ ക്ലാസ് മുറിയിൽ ചിത്രീകരണത്തിനായി കത്തുകൾ പ്രദർശിപ്പിച്ചു. ഗിന്നസ് പ്രതിനിധി സലീം പടവണ്ണയും സംഘവും ക്ഷണക്കത്തിന്റെ എണ്ണവും ദൈർഘ്യവും തിട്ടപ്പെടുത്തി. കല്യാണ ക്ഷണക്കത്തുകൾ മാത്രമല്ല, പണ്ടുകാലത്ത് അവ അച്ചടിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രസ് അച്ചുകളും ഇവിടെ കാണാം. പ്രിന്റ് കത്തുകൾ ഇന്ന് പലയിടത്തും കാണാനില്ല. ആ സ്ഥാനത്ത് സാമൂഹ്യ ക്ഷണമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ലത്തീഫിന്റെ ശേഖരണം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. ഇതിലിപ്പോൾ എൻ്റെ കയ്യിലുള്ള ശേഖരത്തിൽ 1933 മുതൽ 2024 വരെയുള്ള കല്യാണ കത്തുകളുണ്ട്. അപ്പോൾ ഏകദേശം 90 വർഷം മുമ്പേ പഴക്കമുള്ള കല്യാണ കത്തുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഗിന്നസിന് വേണ്ടി കൊടുത്ത് അവർ പറഞ്ഞ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഗിന്നസിന് അവരെ അധികൃതർ വന്നു. അവരെ മുന്നാടെ ഇതെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്തായാലും റിസൾട്ട് വരുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു.